തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത്, എന്നാൽ നഗരത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മാറി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ട്രിവാൻഡ്രം സെൻറ്റർ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടതും നിങ്ങളെല്ലാം ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്നതുമായ ഞങ്ങളുടെ ട്രിവാൻഡ്രം സെൻറ്ററിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സ്റ്റഡി സെൻറ്ററിൻ്റെ മുത്തോലി ക്യാമ്പസിനും അതുപോലെ എറണാകുളം ക്യാമ്പസിനോടും ഒപ്പം തന്നെ ഞങ്ങൾ ഏറ്റവും അധികം കേട്ട ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പസ് ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് വിദ്യാർത്ഥിനികളുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും ആവശ്യമായിരുന്നു തലസ്ഥാന നഗരിയിൽ ഞങ്ങളുടെ ഒരു ക്യാമ്പസ്. അതിന് ഉത്തരവുമായി 2 വർഷം മുൻപാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പുതിയ ക്യാമ്പസ് തുടങ്ങിയത്. ഒരുപക്ഷെ മറ്റെല്ലാ ക്യാമ്പസിനേക്കാളും ഉപരി തലസ്ഥാന നഗരിയിലെ ഈ ക്യാമ്പസ് നിങ്ങളെയെല്ലാം ഏറ്റവും സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ട്രിവാൻഡ്രം സെൻറ്ററിൻ്റെ ക്യാമ്പസിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ എല്ലാ കുട്ടികൾക്കും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നൽകുന്നത് ഒരേ പരിഗണനയാണ് എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ പോയി തുടങ്ങുകയല്ലേ. ഞാൻ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒന്ന് കയറുകയാണ്. ഞങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ഇരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് എല്ലാം തന്നെ അവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രം സെൻറ്ററിൻ്റെ അക്കാഡമിക് കോർഡിനേറ്റർ ജിബിൻ സാറാണ് എൻ്റെ കൂടെയുള്ളത്. സാറിനോടൊന്ന് ചോദിക്കാം. സാർ, 2 വർഷമായിട്ട് ട്രിവാൻഡ്രം സെൻറ്റർ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ കാര്യങ്ങളും ഒന്ന് ഷോർട്ട് ചെയ്യാമോ? 2 വർഷത്തോളമായി നമ്മൾ ട്രിവാൻഡ്രം ക്യാമ്പസ് തുടങ്ങിയിട്ട് 1000ഓളം കുട്ടികൾ ട്രിവാൻഡ്രത്തെ മൊത്തം എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങിയ കാലം മുതൽ ട്രിവാൻഡ്രം ജില്ലയിലുള്ള ആളുകൾ നമ്മളോട് വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. ഒരുപാട് കുട്ടികൾ പണ്ട് മുതലേ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ട്രിവാൻഡ്രം. ഒരുപാട് കാലമായിട്ട് ട്രിവാൻഡ്രത്തുള്ള ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു ട്രിവാൻഡ്രത്ത് ഒരു ക്യാമ്പസ് എന്താണ് വരാത്തതെന്ന്. അങ്ങനെയാണ് നമ്മൾ 2 കൊല്ലം മുമ്പ് ട്രിവാൻഡ്രത്ത് ഒരു ക്യാമ്പസ് തുടങ്ങിയത്. ഡയറക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടാണ് ട്രിവാൻഡ്രം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ തുടങ്ങിയത്. ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ക്ലാസ് റൂമുകൾ എയർ കണ്ടീഷൻഡ് ആണ്. അതുപോലെ ധാരാളം ബുക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറി, പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്സും മറ്റു കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കഫറ്റേരിയ, പിന്നെ 24/7 CCTV സർവൈലൻസ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. 4 ഹോസ്റ്റലുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ 24/7 സജ്ജമായിട്ടുള്ള ഒരു സിക്ക് റൂം, അവരുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് വന്നാൽ ആ സമയത്ത് വേണ്ട അസിസ്റ്റൻസ് എല്ലാം ചെയ്തു കൊടുക്കാൻ സൗകര്യപ്പെട്ട ഒരു മെഡിക്കൽ സിക്ക് റൂമും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ പാലായിൽ നിന്നുള്ള അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം സെൻറ്ററിൽ വന്ന് പഠിപ്പിക്കുന്നത്. പാലയിൽ കിട്ടുന്ന ക്ലാസ്സുകളുടെ അതേ ക്വാളിറ്റി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും എൻഷുർ ചെയ്യാവുന്നതാണ്. ഡേ സ്കോളേഴ്സ് ആയിട്ട് വീട്ടിൽ നിന്ന് വന്ന് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിന് ശേഷം ഇവിടെ ഇരുന്ന് വൈകിട്ട് വരെ പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രൊഫസേഴ്സ് അവൈലബിൾ ആണ്. അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ട്രിവാൻഡ്രം സെൻറ്ററിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ സെബാസ്റ്റ്യൻ സർ, അദ്ദേഹം ഡയറക്ടേഴ്സ് റൂമിലുണ്ട്. അദ്ദേഹത്തെ കാണാനായിട്ട് ഞാനൊന്ന് കയറുകയാണ്. താങ്ക് യു സർ. സർ, പരീക്ഷ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നമുക്ക് ട്രിവാൻഡ്രം സെൻറ്റർ എങ്ങനെ പോകുന്നു സർ? ഈ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം സെൻറ്ററിലെ കുട്ടികൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഇങ്ങനെ അവരുടെ വീടുകളോട് ചേർന്ന് ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഈ സെൻറ്ററിനോട് അവർക്ക് നല്ലൊരു അറ്റാച്ച്മെൻറ്റും, പേരൻസ് ആണെങ്കിലും അവരൊക്കെ നമ്മളെ നേരിട്ട് വന്ന് കാണാനും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ വളരെ എളുപ്പമാണെന്ന് പല പേരൻസും ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കാറുണ്ട്.
അതോടൊപ്പം ഈ സെൻറ്ററിൽ നല്ലൊരു ടീമായിട്ട് ടീച്ചേഴ്സും എല്ലാവരും നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയുണ്ട് നമ്മുടെ ട്രിവാൻഡ്രം സെൻറ്റർ? ഇവിടെ പോയി വരുന്ന കുട്ടികളും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളുമുണ്ട്. പോയി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് നന്നായിട്ട് പഠനത്തിനൊരു സാഹചര്യം ഒരുക്കി ആ സാഹചര്യം അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സും നന്നായിട്ട് തന്നെ നമ്മുടെ ഈ കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും മിടുക്കരും ഒക്കെ ആയിട്ട് അനവധി കുട്ടികൾ നമ്മുടെ ഹോസ്റ്റലുകളുണ്ട്. ഹോസ്റ്റലുകൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ട്രിവാൻഡ്രം ക്യാമ്പസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ കുറിച്ച് അറിയാനാണ്. ഒരുപക്ഷെ ഈ സെൻറ്ററിലേക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എൻ്റെയും മനസ്സിൽ ആദ്യം വന്നത് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട കുട്ടികളെ ഒന്ന് കണ്ടുപോവുക എന്നത് തന്നെയാണ്. ബ്രില്യൻറ്റിലെ അധ്യാപകരാണ്, പാലയിലുള്ള അധ്യാപകർ തന്നെയാണ് ഇവിടെ ട്രിവാൻഡ്രം ക്യാമ്പസിലും എത്തുന്നതെന്നും അവരെല്ലാം എങ്ങനെയാണ് ഓരോ ക്യാമ്പസിലും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതെന്നും നിങ്ങളെ കാണിക്കാനാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ബ്രില്യൻറ്റിൻ്റെ ട്രിവാൻഡ്രം ക്യാമ്പസിൻ്റെ ഞങ്ങളുടെ 3rd ഫ്ലോറിൽ 301 ക്ലാസ് റൂമിൻ്റെ മുൻപിലാണ് ഞാനുള്ളത്. ആക്ച്വലി ഇന്ന് ട്രിവാൻഡ്രം സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ വന്നതാണ് കേട്ടോ. ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ എനിക്ക് തോന്നി ഒത്തിരി കുട്ടികൾ എന്നോട് ഒത്തിരി നാളായിട്ട് പറയുന്നുണ്ട്, മിസ്സേ ഞങ്ങളെ വീഡിയോയിൽ കാണിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളും കൂടെ അറിയണം, ട്രിവാൻഡ്രം സെൻറ്റർ എങ്ങനെയാണെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു. അപ്പോൾ ക്ലാസ് എടുക്കാൻ വന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ആയിട്ട് പറഞ്ഞു വന്നത് കേട്ടോ. സ്റ്റാഫ് റൂമിലേക്ക് ഒന്ന് കയറുകയാണ് കേട്ടോ. ക്ലാസ് ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ N1 ബാച്ചിലെ ക്ലാസ് ടീച്ചർ അൻസു ടീച്ചർ ഇപ്പോൾ സ്റ്റാഫ് റൂമിലുണ്ട്. ടീച്ചറിനോടൊന്ന് ചോദിക്കാം. ടീച്ചർ, നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷ അടുത്തിരിക്കുന്ന ഈ സമയത്ത് അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? ടീച്ചർ എന്ത് തോന്നുന്നു? വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. നമ്മൾ ബ്രില്യൻറ്റ് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റിയും മാക്സിമം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ നല്ലൊരു റിസൾട്ട് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നു എന്നാണ് ടീച്ചർ പറയുന്നത്? അതെ, നന്നായിട്ട് പോകുന്നു. പഠിത്തമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ നല്ലൊരു റിസൾട്ട് അവർ നമുക്ക് നേടിത്തരും. അപ്പോൾ ഈ വർഷം എല്ലാ സെൻറ്ററിനോടൊപ്പം തന്നെ നമ്മുടെ ട്രിവാൻഡ്രം സെൻറ്ററും നല്ലൊരു വിജയം തന്നെ കൈവരിക്കുമെന്നാണ് അൻസു ടീച്ചർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞത്. ഞാനൊന്ന് ക്ലാസ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ അവിടെയും ഇവിടെയായിട്ട് കൂടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മാവിൻ്റെ ചുവട്ടിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്കൊന്ന് അവരെ കണ്ടിട്ട് വരാം. ഹലോ, എന്തുണ്ട്? ഇരിക്കടാ. ബ്രേക്ക് ആയിരുന്നു. വാ, ഇരിക്കാൻ നോക്കിയിരുന്നോ? ബ്രേക്കിന് എന്ത് പറ്റി? നിങ്ങൾ റെഫറൻസ് ആണോ? റെഫറൻസിന് വന്നപ്പോൾ ഇവിടെ ഒന്ന് ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞിരുന്നു. ഡൗട്ട് വെച്ചിരുന്നതാണ്. നിങ്ങളിപ്പോൾ ഡേ സ്കോളേഴ്സ് ആണോ? എടാ, അപ്പോൾ ഡേ സ്കോളർ ആയതുകൊണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ വന്ന് നമുക്ക് ഡെയിലി വീട്ടിൽ പോയിട്ട് വരാൻ പറ്റുന്നുണ്ട്. എന്താണ് ആ ഒരു വ്യത്യാസം തോന്നണേ? ബ്രില്യൻറ്റിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് ട്രിവാൻഡ്രത്ത് സെൻറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ റിപ്പീറ്റർ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചേർന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുകയും വേണം, ബ്രില്യൻറ്റും വേണം. അപ്പോൾ രണ്ടും കൂടെ ഈ ഒരു സെൻറ്റർ നിങ്ങൾക്ക് ശരിക്കും ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. മോനെ, ഇപ്പോൾ നിങ്ങൾ ഡേ സ്കോളേഴ്സ് ആണ്, എല്ലാവരും ഡേ സ്കോളേഴ്സ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് പറഞ്ഞു ഡേ സ്കോളറായി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൻ്റെ ആംബിയൻസിൽ നിന്ന് വന്ന് പഠിക്കുമ്പോൾ
പഠിത്തത്തെ, എനിക്ക് തോന്നുന്നു ഇനി ഏകദേശം ഒരു 5 മാസമാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. ഈ പരീക്ഷയുടെ ഈ കുറഞ്ഞ സമയത്തെ അല്ലെങ്കിൽ ആ സമയത്തിലെ പഠിത്തത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? പഠിത്തം നമുക്ക് ഇവിടെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, ക്ലാസ്സിൽ നല്ല ഹെൽപ്ഫുൾ ആണ്, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. ലൈക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എപ്പോഴും ഒരു ടെൻഷൻ ആയിരിക്കുമല്ലേ, എന്ത് ചെയ്യും, ആ സമയമാകുമ്പോൾ എന്തൊക്കെയായിരിക്കും, ഒരുപാട് സ്ട്രെസ് വരും. ബട്ട് ഇവിടെ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, ഭയങ്കര ഫ്രീ ആയിട്ട് നോർമലായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധാരണ ഒരു നോർമൽ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ നമുക്ക് ആ ഒരു ടെൻഷനായിട്ട് ഇത് ഭയങ്കര വലിയൊരു എക്സാം എന്ന് പറഞ്ഞ് അത്രയ്ക്കുള്ള ഒരു ഇതില്ല, പേടിയില്ല, എല്ലാവരും കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിൾ ആണ്. അതിന് വലിയൊരു താങ്ക്സ് ടീച്ചേഴ്സിനോട് തന്നെയാണ് പറയുന്നത്. ഇത്രയും ഫാക്കൽറ്റീസ് ഞങ്ങളുടെയും കൂടെ ഭാഗ്യമാണ് വലിയ വലിയ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സിൽ ഇരിക്കാന്ന് പറയുന്നത്. സോ അപ്പൊ എല്ലാവരും ഒരു ചില്ലിംഗ് മോഡിലാണ് അല്ലേ, അടിപൊളിയായിട്ട് പോകുന്നു. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ടെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് പഠിത്തവും, എനിക്ക് തോന്നുന്നു ഈ ഒരു പഠിത്തവും അതുപോലെ എല്ലാം അല്ലേ. ഈ ആംബിയൻസ് നിങ്ങൾ അതിന് എത്രത്തോളം സഹായിക്കുന്നുണ്ട്? ഈ ഒരു ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീനറി, നല്ല രസമുണ്ട് അല്ലേ. എങ്ങനെയുണ്ടത്, എങ്ങനെ തോന്നുന്നു നമ്മുടെ സെന്റർ? നല്ല ഫേവറബിൾ ആയ സറൗണ്ടിങ്സ് ആണ്. ഇപ്പം നമ്മൾ എവിടെ പഠിക്കാനിരുന്നാലും നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ചുറ്റുപാടാണ്. വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ വീട് കുറച്ചും കൂടെ ഫേവറബിൾ ആണെന്ന് പറയാൻ കാരണം തന്നെ വീടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ, അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് പഠിക്കാനായാലും ഭയങ്കര ഒരു കാം ക്വയറ്റ് അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ. നമുക്ക് ഒരിക്കലും ഭയങ്കര സ്ട്രെസ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഓവർ നോയ്സ് പൊല്യൂഷൻ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയൊന്നും തോന്നാറില്ല. ആംബിയൻസ് കൂളാണ്, നല്ല ക്വയറ്റാണ്, കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. എടാ എന്തുണ്ട് ഈ ഇവരൊക്കെ പറയുന്നു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണെന്ന്. ഞങ്ങളും മനസ്സിലാക്കുന്നു കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് ഞങ്ങൾ ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത് അവർക്കൊരു കംഫർട്ടാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ആ കംഫർട്ട് നിങ്ങൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? എനിക്ക് വന്നപ്പോൾ ഇവിടുത്തെ പ്രൊഫസേഴ്സും ടീച്ചേഴ്സും എങ്ങനെയായിരിക്കും എന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി, അവരോട് ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പം അവരതെല്ലാം ആൻസർ ചെയ്യുന്നത് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി എല്ലാ ദിവസവും. പിന്നെ ഡൗട്ട് വീട്ടിൽ വെച്ച് തന്നെ ഡൗട്ട് തോന്നി അവരെ പേഴ്സണലായി വാട്സാപ്പ് ചെയ്ത് അവർ തിരിച്ച് റിപ്ലൈ ചെയ്യാറുണ്ട്. സാറുമാരെല്ലാം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. സോ നിങ്ങളെല്ലാം അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കൂ, എല്ലാവരുടെയും പഠിത്തമൊക്കെ നടക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല. പോവാടാ. ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ടീച്ചേഴ്സൊക്കെ നമ്മുടെ അടുത്ത് ടോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആവാറുണ്ട്, പിന്നെ സന്തോഷവും വരുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ ഒരു കംഫർട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. ഒരു പക്ഷേ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖമുദ്രയായിട്ട് പറയാനുള്ളതും അതുതന്നെയാണ്. സ്റ്റുഡൻസിൻ്റെ കംഫർട്ടബിലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഹാപ്പി ആയിട്ട് വെച്ചുകൊണ്ട് അവരുടെ വിജയത്തിലേക്ക് അവർ നടന്നെടുക്കുമ്പോൾ ഞങ്ങളെല്ലാവരും, ഞങ്ങൾ അധ്യാപകരും അതേ കോൺഫിഡൻസോടുകൂടി എൻറ്റയർ ബ്രില്യൻറ്റ് ടീമും അവരോടൊപ്പം നടക്കുകയാണ്.